ശബരിമലയിലെ ക്രമസമാധാന പാലനത്തിൽ ഇടപെടാനാവില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണ സമിതിയുടെ വാദം പൊളിയുന്നു. തീർത്ഥാടനം സുഗമമാക്കാൻ ആവശ്യമായ 7 തീരുമാനമെടുക്കാൻ നിരീക്ഷണ സമിതിക്ക് അധികാരം. അതിക്രമങ്ങൾ തടയാനും സമിതിക്ക് ഇടപെടാനാകുമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വ്യക്തമാക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിട്ടു. ദിനകർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നവംബർ 27-ന് ജസ്റ്റിസുമാർ കൂടി ഉൾപ്പെടുന്ന നിരീക്ഷക സമിതിയെയാണ് ഹൈക്കോടതി നിയോഗിച്ചത്. ഇതിൽ അവരുടെ അധികാര പരിധി എന്ത് എന്ന് വ്യക്തമാക്കുന്നതുകൂടിയായിരുന്നു ആ ഉത്തരവ്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന രീതിയിലുള്ള പ്രസ്താവന അവർ നടത്തിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്വീകരിച്ചത്. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ആവശ്യമെങ്കിൽ അവർക്ക് ഇടപെടാനുള്ള അധികാരമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് ഒരു വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി വിധിയുടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിടുന്നത്. ആ ഉത്തരവിൽ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സുഗമമായ തീർത്ഥാടനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് നിരീക്ഷക സമിതിക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട് എന്ന് ഈ ഉത്തരവിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാഹചര്യമനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം സമിതിക്കുണ്ട്. തക്ക സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ സമിതിക്ക് കഴിയും. ബന്ധപ്പെട്ടവർക്ക് അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാവുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിലും ഇടപെടാനുള്ള എല്ലാ അധികാരവും സമിതിക്കുണ്ട് എന്നും സുപ്രീം കോടതി നവംബർ 27-ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ അടിവരയിടുന്നുണ്ട്. അതിക്രമങ്ങൾ തടയാനും സുഗമമായ തീർത്ഥാടനം ഒരുക്കാനും നിരീക്ഷക സമിതിക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിലാണ് ആ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ സ്ത്രീകൾ എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഇവരുടെ ഉപദേശം, നിരീക്ഷക സമിതിയുടെ ഉപദേശം തേടിയിട്ടുണ്ട് അല്ലെങ്കിൽ തേടും എന്നായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ആ നിലപാടിൽ നിരീക്ഷക സമിതി എടുത്ത നിലപാട് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടാൻ കഴിയുകയില്ല എന്നായിരുന്നു അവരെടുത്ത നിലപാട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിടുകയും അതിൽ നിരീക്ഷക സമിതിക്കുള്ള എല്ലാ അധികാരങ്ങളും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഏതെങ്കിലും രീതിയിൽ വനിതകൾക്ക് ശബരിമലയിലേക്ക് കയറുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്ത് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുന്നതിനുള്ള എല്ലാ അധികാരവും ഈ നിരീക്ഷക സമിതിക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ശബരിമല നട അടയ്ക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ഇന്ന് ഉച്ചവരെ 70,000-ത്തിലധികം ഭക്തരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. ഈ മാസം 27-നാണ് മണ്ഡലപൂജ. സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, 2 ദിവസം കൂടി ബാക്കി നിൽക്കുന്നു നട അടയ്ക്കാനായി. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇപ്പോഴും തിരക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ടോ? അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രേഷ്മ, ഇനി 24 മണിക്കൂർ മാത്രമേ ഭക്തരുടെ കാത്തിരിപ്പ് നീളുകയുള്ളൂ. മണ്ഡലമാസ പൂജയ്ക്കായി നട 26-ന് അടയ്ക്കും. പിന്നീട് 27-നാണ് മണ്ഡലമാസ പൂജ. 26-ന് തങ്കയങ്കി സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്കയങ്കി സന്നിധാനത്തെത്തും. അയ്യപ്പന്റെ ദേഹത്ത് തങ്കയങ്കി ചാർത്തിക്കൊണ്ട് 26-ന് ദീപാരാധന നടക്കും. 27-ന് മണ്ഡലമാസ പൂജ നടക്കും. എന്തായാലും ഭക്തരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള ഒരു വർധനവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ 18ാം പടി കയറി വരുന്ന ഭക്തരാണിവർ. ഇപ്പോൾ തന്നെ ഏകദേശം 1,35,000-ത്തിലധികം ആളുകൾ ഈ സീസണിൽ ഏറ്റവും അധികം ആളുകൾ വന്ന ദിവസം കൂടിയായിരുന്നു ഇന്ന്. പമ്പയിലുള്ള പോലീസിന്റെ കണക്കനുസരിച്ച് മാത്രം 1,35,000 ആളുകളാണ് സന്നിധാനത്ത് ഇതുവരെ എത്തിയിട്ടുള്ളത്. പരമ്പരാഗത കാനനപാതയിലൂടെ വന്നവരുടെ എണ്ണം അത് വ്യത്യാസമുണ്ട്, അത് ഇനിയും കൂടും. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് അവസാന നാളുകളിലേക്ക് അല്ലെങ്കിൽ മണ്ഡലപൂജയ്ക്കായി നടയടയ്ക്കാൻ ഇനി ഒരു ദിവസം 2 ദിവസം, ഇന്ന് ഒരു ദിവസം കഴിഞ്ഞു, ഇനി നാളെ ഒരു ദിവസം കൂടി പിന്നിടുമ്പോൾ ഏകദേശം 1,00,000 ആളുകൾ ശരാശരി പ്രതിദിനം വന്നു പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. ശബരിമലയിൽ പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും കർമ്മനിരതരായി നിൽക്കുകയാണ്. 18ാം പടിയിൽ അയ്യപ്പന്മാരെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശബരിമലയിലെ ഈ ഒരു സാഹചര്യം തികച്ചും ഭക്തിസാന്ദ്രമാണ്. ശരണം വിളികളാൽ മുഖരിതമാണ് ശബരിമല സന്നിധാനം. എന്തായാലും ഇപ്പോൾ മണ്ഡലമാസ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അറിയിക്കുന്നത്. എന്തായാലും ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ 41
ദിവസത്തെ വ്രതശുദ്ധി പൂർത്തീകരിച്ച് അയ്യപ്പന്മാർ അവരുടെ സാക്ഷാത്കാരം നേടുന്ന നാളുകളിലേക്കാണ് ഇപ്പോൾ ശബരിമല വന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ശബരിമലയിലില്ല. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആചാരപൂർവ്വം കൊണ്ടുവരുന്ന തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയ്ക്ക് ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവരാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. 451 പവൻ തൂക്കം വരുന്ന തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര 26-ന് ഉച്ചയോടെ പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തും. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഭക്തിസാന്ദ്രമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ് എത്തിയിരിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ ഒതുങ്ങിയിരിക്കുന്നു. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സന്നിധാനം ഭക്തിയുടെ നിറവിൽ ശരണം വിളികൾ കൊണ്ട് മുഖരിതമായി കർപ്പൂരവും കളഭവും മണക്കുന്ന ഒരു സന്നിധാനം. ഭക്തിസാന്ദ്രമായി കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമായി അവരുടെ രക്ഷിതാക്കൾ എത്തുന്നു. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയ ഒരു വർഷമായിരുന്നു കടന്നുപോയത്. അതിനേക്കാൾ ഉപരി അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഭക്തിയുടെ പാരമ്യത്തിലെത്തുന്ന ഭക്തർ അവരാണ് ഇപ്പോൾ ശബരിമല വീണ്ടും സജീവമാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ഒരു മാറ്റം അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സമസ്ത മേഖലകളിലും ഉണ്ടായി. ശബരിമലയിലെ നടവരവിലും വലിയ രീതിയിലുള്ള ഒരു വർധന രേഖപ്പെടുത്താൻ സാധിച്ചു. അപ്പം അരവണ ഉൾപ്പെടെയുള്ളവയ്ക്ക് വൻ ചിലവാണുള്ളത്. എന്തായാലും മണിക്കൂറുകളോളമാണ് വരി നിന്ന് ആളുകൾ ദർശനം നടത്തുന്നത്. വലിയ നടപ്പന്തലിൽ മാത്രം 4 വരികളാണ് ഉള്ളത്. എന്തായാലും മണ്ഡലമാസ പൂജയ്ക്കായി ഇപ്പോൾ നട തുറക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു ശബരിമലയിലേക്ക് അവസാന ദിവസങ്ങളിൽ എത്തുന്നത് എന്നുള്ള മറ്റൊരു വസ്തുതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്കിവിടെ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് അയ്യപ്പനുണ്ട്. എങ്ങനെയുണ്ട് സാർ, എങ്ങനെയുണ്ട് ഇവിടെ തിരക്കെല്ലാം? എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു ദിവസം? നല്ല തിരക്കാണ്, വലിയ തിരക്കാണ്. സാധാരണ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഇതിപ്പോ ഇന്നലെ ഇന്നൊക്കെ നല്ല തിരക്കാണ്, വളരെ അധികം തിരക്കുണ്ട്. 1,30,000 പേരോളം പമ്പ കടന്ന് ഇപ്പോൾ നമ്മുടെ ഇവിടെ സന്നിധാനത്ത് എത്തി എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഏകദേശം ഒരു കണക്ക് പ്രകാരം ഏകദേശം എത്ര പേര് എത്തിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് സാർ? അത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റില്ല. തീർച്ചയായും അപ്പോൾ നമ്മൾ ഈ സ്പീഡില് ഭക്തരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, കയറ്റിവിടുന്നു. തീർച്ചയായും 18-ാം പടിയിലെ ഒരു തിരക്ക് നമുക്ക് അറിയാൻ കഴിയുന്നത് പോലെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു ശബരിമല 18-ാം പടിയോട് ചേർന്ന് അല്ലെങ്കിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ കണക്ക് അത് പമ്പയിൽ നിന്ന് മാത്രമാണ് ലഭ്യമാവുന്നത്. പമ്പയിൽ പോലീസാണ് കണക്കുകൾ ശേഖരിക്കുന്നത്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ശബരിമല ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൊന്നയ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയ ഭക്തരെ അവരെ എല്ലാ ആചാരമര്യാദയോടും കൂടി ഉപചാരങ്ങളോടും കൂടി പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും സന്നിധാനത്തുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ ഒരു മണ്ഡലമാസ പൂജയോടുകൂടി വിഷ്ണു, ശബരിമല നട അടയ്ക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കുന്നു. സന്നിധാനത്ത് വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ്. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു. സമ്പന്ന രാജ്യങ്ങളിലുള്ളവർ ലളിത ജീവിതത്തിലേക്ക് പോകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രിസ്മസ് രാവ് സന്ദേശത്തിലായിരുന്നു മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം. കേരളത്തിലും വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷമായി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും VS നൃപൻ ചേരുകയാണ്. നൃപൻ, ലോകമെങ്ങും ക്രിസ്മസ് ലഹരിയിലായിരുന്നു. ഒപ്പം കേരളത്തിൽ നമുക്കറിയാം പ്രളയത്തിന് ശേഷമുള്ള അതിജീവനത്തിന് ശേഷമുള്ള ആദ്യ ഒരു ക്രിസ്മസ് കൂടിയാണ്. എങ്ങനെയാണ് മലയാളികളും ലോകവും ഒക്കെ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചത്? രേഷ്മ സൂചിപ്പിച്ചതുപോലെ ഓഖി, അതിനുശേഷം പ്രളയം, ഈ 2 ദുരന്തങ്ങൾക്ക് ശേഷം 2 വർഷത്തിന് ശേഷം നടന്ന 2 ദുരന്തങ്ങൾ, അതിനുശേഷം നടക്കുന്ന ക്രിസ്മസ് എന്ന പ്രത്യേകതയുണ്ട്. ഈ ദുരന്തങ്ങളെ മുഴുവൻ അതിജീവിച്ചായിരുന്നു കേരളം ക്രിസ്മസ് ആഘോഷിച്ചത്. തിരുപ്പിറപ്പിയുടെ ആഘോഷങ്ങൾ സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ നിരവധി ആൾക്കാരാണ് എത്തിയത്. പാതിരാ കുർബാനയ്ക്കും നിരവധി ആൾക്കാരെത്തി. പാളയം തലസ്ഥാനത്ത് തന്നെ പാളയം പള്ളിയിലടക്കം നിരവധി പേരാണ് പാതിരാ കുർബാനയ്ക്ക് എത്തിയത്. പുലർച്ചെ വരെയുള്ള കുർബാനയിൽ നിരവധി പേർ പങ്കെടുത്തു. നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശമാണ് ഏറെ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത് സമ്പന്ന രാജ്യങ്ങളിൽ ലളിത ജീവിതം നയിക്കണം. അതായത് ഈ പണക്കാരും പാവങ്ങളും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ കഴിയണം എന്നുള്ള നിർണായകമായ ഒരു സന്ദേശമാണ് മാർപ്പാപ്പയിൽ നിന്ന് ഉണ്ടായത്. അത് ലോകം കാത്തിരുന്ന സന്ദേശം
സന്ദേശം തന്നെയായിരുന്നു. അതായത് ലോക രാജ്യങ്ങളിൽ സമ്പന്ന രാജ്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾ ലളിത ജീവിതം നയിക്കണം എന്ന സന്ദേശമാണ് അദ്ദേഹം നടത്തിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പാതിര കുർബാനയോടുകൂടിയുള്ള ആഘോഷങ്ങളിൽ, തിരുപ്പിറവി ആഘോഷങ്ങളിൽ, പാതിര കുർബാനയിലും പുലർച്ചെ വരെ നീണ്ട ആഘോഷങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. രേഷ്മ, ശരി, വ്യക്തമാണ് നൃപൻ. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും നൃപൻ നൽകിയത്. പൊതുസ്ഥലങ്ങളിലെ നമസ്കാരം വിലക്കി ഉത്തർപ്രദേശ് പോലീസ്. മുസ്ലിം തൊഴിലാളികൾ നമസ്കരിക്കുന്നത് വിലക്കി നോയിഡ പോലീസാണ് അറിയിപ്പ് പുറപ്പെടുവിച്ചത്. പൊതുസ്ഥലങ്ങളിൽ മുസ്ലിം തൊഴിലാളികൾ നിസ്കരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം അവർ ജോലി ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കുമെന്ന് അറിയിപ്പിൽ നോയിഡ പോലീസ് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാമുദായിക ഐക്യം തകരാതിരിക്കാനാണ് നീക്കമെന്നാണ് പോലീസ് വിശദീകരണം. പുതിയ ഉത്തരവ് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി പരത്താൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കമ്പനികൾ ഏറെയുള്ള നോയിഡ സെക്ടർ 58 ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ പരിധിയിലാണ് വെള്ളിയാഴ്ച നടത്തുന്ന പൊതു ഇടങ്ങളിൽ നടത്തുന്ന നമസ്കാരം നിരോധിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് പോലീസ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഓഫീസുകളിലോ പള്ളികളിലോ ഓഫീസ് പരിസരത്തോ നമസ്കാരം നടത്തിയാൽ മതി എന്നാണ് പുതിയ ഉത്തരവിന്റെ ഭാഗമായി ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നത്. 500-ലും 600-ലും ഏറെ പേർ ഒന്നിച്ച് നമസ്കാരം നടത്തുന്ന പല ഇടങ്ങളും ഉത്തർപ്രദേശിലുണ്ട്. ഈ ഇത്തരത്തിൽ നമസ്കാരം നടത്തുന്നതിനെതിരായി വലിയ പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ട് എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സാമുദായിക സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഉത്തരവെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കമ്പനികളിലെ ജീവനക്കാർ ഇത്തരത്തിൽ നമസ്കാരത്തിന് പൊതു ഇടങ്ങളിൽ എത്തുകയാണെങ്കിൽ കമ്പനികൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് കമ്പനികളും രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ ജീവനക്കാർ നമസ്കാരത്തിനായി പോകുകയാണെങ്കിൽ കമ്പനികൾ എങ്ങനെ ഉത്തരവാദികളാകുമെന്നുള്ളതാണ് കമ്പനികൾ പോലീസിനോട് ചോദിക്കുന്ന ചോദ്യം. ഏതായാലും ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്കിടയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ഭീതി പരത്താൻ ലക്ഷ്യമിട്ടു നടത്തുന്ന പുതിയ നീക്കമാണ് ഈ ഉത്തരവ് എന്നുള്ള ആക്ഷേപം പൊതുവെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ ലക്ഷ്യമാക്കി മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരിയുടെ പുതിയ പ്രസ്താവന. പാർട്ടി എംഎൽഎമാരുടെയും എംപിമാരുടെയും പ്രകടനം മോശമാണെങ്കിൽ ഉത്തരവാദിത്തം പാർട്ടി അധ്യക്ഷനാണെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നേതൃത്വം തയ്യാറാകണമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നിതിൻ ഗഡ്കരിയുടെ പുതിയ വിമർശനം. അമിത്ഷാ മോദി കൂട്ടുകെട്ടിനെതിരെ പാർട്ടിക്കകത്ത് അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഗഡ്കരിയുടെ വാക്കുകൾ. വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ശരത് ചേരുകയാണ്. ശരത്, വിശദാംശങ്ങൾ. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നേതൃത്വം തയ്യാറാകണമെന്ന വിവാദ പ്രസ്താവനയുടെ ചൂടാറും മുൻപാണ് ബിജെപി അധ്യക്ഷൻ അമിത്ഷായെ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ നിതിൻ ഗഡ്കരി പുതിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. താനാണ് പാർട്ടി അധ്യക്ഷനെങ്കിൽ തന്റെ പാർട്ടിയിലെ എംഎൽഎമാരുടെയും എംപിമാരുടെയും പ്രകടനം മോശമായാൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കുകൂടിയാണ് എന്നാണ് IB എൻഡോമെന്റ് പരിപാടിയിൽ വെച്ച് നിതിൻ ഗഡ്കരി പ്രസംഗിച്ചത്. ഇതോടൊപ്പം തന്നെ നെഹ്റുവിന്റെ സഹിഷ്ണുതയെയും അദ്ദേഹം പ്രശംസിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. സാങ്കല്പികമായുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ പോലും കൃത്യമായും BJP അധ്യക്ഷൻ അമിത്ഷായെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാർട്ടിക്കുള്ളിൽ പുതിയ അധികാര കേന്ദ്രം ഉണ്ടാക്കാൻ നിതിൻ ഗഡ്കരി ശ്രമം നടത്തുന്നു എന്നതിന്റെ കൂടി സൂചനയായി ഈ ഒരു പ്രസ്താവനയെ നോക്കിക്കാണേണ്ടി വരും. 2019-ൽ നരേന്ദ്രമോദി പാർട്ടിയെ നയിക്കുമെന്നുള്ള ഒരു പ്രസ്താവന മുൻപ് നിതിൻ ഗഡ്കരി നടത്തിയിരുന്നു. എന്നാൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് പൂർണ്ണമായും പാർട്ടിയെ അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചക്ക് താൻ തയ്യാറല്ല എന്ന് നിതിൻ ഗഡ്കരി പറയാതെ പറയുകയാണ് ഈ പ്രസ്താവനകളിലൂടെയെല്ലാം തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയിൽ പുതിയ അധികാര വടംവലി രൂപപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഒരു വിരൽ ചൂണ്ടൽ കൂടിയായി നിതിൻ ഗഡ്കരിയുടെ ഈ ഒരു പ്രസ്താവനയെ വിലയിരുത്തേണ്ടി വരും. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഏറ്റെടുത്ത NDA സഖ്യകക്ഷിയായ ശിവസേനയും. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയാണ് ഇതേ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ശിവസേനയെ അനുനയിപ്പിച്ചില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന BJPയുടെ ആഭ്യന്തര സർവേ ഫലങ്ങൾ പുറത്തുപറഞ്ഞിരുന്നു. ശിവസേനയുമായുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെ അമിത്ഷാ നിയോഗിച്ചിരുന്നെങ്കിലും BJPയുമായി സഖ്യമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശിവസേന. വിവരങ്ങളുമായി ഹരീഷ് ശരിയാണ്. ഹരീഷ്, വിശദാംശങ്ങൾ.
നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ചൌക്കിദാർ ചോർ ഹെ എന്നത്. എന്നാൽ ആ വാക്ക് ഇപ്പോൾ കടമെടുത്തിരിക്കുകയാണ് ശിവസേന നേതാവായിരിക്കുന്ന ഉദ്ധവ് താക്കറെ. രാഹുൽ ഗാന്ധി ആ വാക്ക് അങ്ങനെ ഒരു വാക്ക് പറയുന്നത് കൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് വിലയിരുത്താം. കാരണം അത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരോപിക്കും. പക്ഷേ എന്തായാലും BJPയുടെ അത് NDയുടെ സഖ്യകക്ഷിയായിരിക്കുന്ന ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയാണ് ചൌക്കിദാർ ചോർ ഹെ എന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്താൻപൂരിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ വെച്ചായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷേ അദ്ദേഹം ചൌക്കിദാർ ചോർ ഹെ എന്ന് പറയുമ്പോഴും അദ്ദേഹം മോദിയെ ആ വാക്ക് മോദി എന്ന വാക്കോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൽ പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ മോദിക്കെതിരെ ഉപയോഗിക്കുന്ന വാക്ക് ചൌക്കിദാർ ചോർ ഹെ എന്നതാണ്. അതുപോലെ തന്നെ 2014 നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രധാനമായി മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ തങ്ങളുടെ കാവൽക്കാരനാവും. കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്പത്തിനും അതുപോലെ തന്നെ വികസനത്തിന് വേണ്ട എല്ലാത്തിൻ്റെയും കാവൽക്കാരൻ താനാവുമെന്നായിരുന്നു നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും സംക്ഷിപ്ത രൂപം എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ കുറിച്ചാണെന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം NDAയുടെ ഭാഗമാണെങ്കിലും അദ്ദേഹം രൂക്ഷമായി തന്നെ BJPയെ വിമർശിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് റഫാൽ കരാറിൽ ക്ലീൻ ചിറ്റ് നൽകിയതെന്ന് തനിക്കറിയില്ല. എന്തായാലും വളരെ വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ചൌക്കിദാർ ചോർ ഹെ എന്ന വാക്കിന്റെ അർത്ഥം ചൌക്കിദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരനാണ്, ചോർ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നാണ്. അതായത് രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്നാണ് ഇപ്പോൾ എന്തായാലും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് നരേന്ദ്രമോദിക്ക് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ BJPക്ക് തന്നെയാണ്. കാരണം മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം തന്നെ ശിവസേനയ്ക്ക് മഹാരാഷ്ട്രയിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ വോട്ട് കിട്ടിയപ്പോൾ തന്നെ ശിവസേനയുമായി ഒരുമിച്ച് നിന്നപ്പോഴാണ് വോട്ട് കൂടുതൽ കിട്ടിയത്. കാരണം 2014 തെരഞ്ഞെടുപ്പിൽ തന്നെ ആ കണക്കുകൾ നോക്കുമ്പോൾ നിലവിൽ 40ഓളം സീറ്റുകൾ ലഭിച്ചു. പക്ഷേ എന്തായാലും ശിവസേനയുടെ പങ്ക് നിർണായകമാണ് മഹാരാഷ്ട്രയിൽ. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം BJPയുടെ ഇന്റേണൽ സർവേയിൽ തന്നെ വ്യക്തമാക്കുന്നു BJP സ്വതന്ത്രമായി തന്നെ, അതായത് പറയുന്ന ശിവസേന ഇല്ലാതെയാണ് മത്സരിക്കുന്നതെങ്കിൽ 18 മുതൽ 20 സീറ്റുകൾ നേടുമെന്നാണ് അവരുടെ ഇന്റേണൽ സർവേ പറയുന്നത്. പക്ഷേ NCPയുടെ സഖ്യമായി നിൽക്കുന്ന കോൺഗ്രസ് 20 മുതൽ 22 സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. പക്ഷേ ഈ പറയുന്ന ശിവസേന അപ്പോൾ 3ഓ 5ഓ സീറ്റിൽ ഒതുങ്ങുമെന്നാണ്. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഏറ്റെടുത്ത NDA സഖ്യകക്ഷിയായി ശിവസേന. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.